എല്ലാ കൂട്ടുകാർക്കും തിരുവിരുന്നിലേക്ക് സ്വാഗതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ എല്ലാവർക്കും? അതെ. സന്തോഷമാണോ? അതെ. നിങ്ങൾ എപ്പോഴാ സുഖമാന്ന് പറയുന്നത്? എപ്പോഴാ? സന്തോഷമുള്ളപ്പോ. ഒരാൾക്ക് സന്തോഷം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നേ? ഒരു കുറവുമില്ലാതിരിക്കുമ്പോ അയാളുടെ മുഖത്ത് എന്ത് കാണാം? നമുക്ക് സന്തോഷം കാണാം. ഒരു കൊച്ചു കുട്ടീനെ നമ്മൾ കയ്യിലെടുത്തു, ആ കുട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളിങ്ങനെ എടുത്തിട്ട് കളിപ്പിക്കുവാണെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചിരിച്ചുകൊണ്ടിരിക്കും. ആ ചിരി കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നേ? സന്തോഷിക്കും അല്ലേ? അപ്പൊ നമ്മുടെ മുഖത്ത് സന്തോഷമുള്ളപ്പോൾ മറ്റുള്ളവർക്ക് ആ സന്തോഷം കാണുമ്പം സന്തോഷം ഉണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മൾ എങ്ങനെയായിരിക്കണം? സന്തോഷമുള്ളവരായിരിക്കണം. ഈശോ അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ അല്ലേ? കൊച്ചുകുട്ടികളെ പോലെ എപ്പോഴും സന്തോഷമുള്ളവരായിട്ട് ആയിരിക്കാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എപ്പോഴാ? കളിക്കാൻ. സ്കൂളിൽ നിന്ന് അടുത്ത പീരീഡ് നിങ്ങൾ കളിക്കാൻ പോയിക്കോ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എങ്ങനെയാ പോകുന്നേ? സന്തോഷത്തോടെ ഇറങ്ങി ഓടും അല്ലേ? ടീച്ചർ പറഞ്ഞു നിർത്തുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യും? ഇറങ്ങി ഓടും. അപ്പൊ നമുക്ക് ഇന്നിവിടെ ഒരു ചെറിയ കളി നമ്മൾ കളിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഗെയിമിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തതയുള്ള ഒരു ഗെയിം നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് കളി തുടങ്ങാം അല്ലേ? ഇവിടെ നിങ്ങൾക്ക് 3 ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഗ്ലാസ്സിലെ വെള്ളം നിങ്ങൾക്ക് ഗ്ലാസ്സിലെ വെള്ളം തീർന്നാൽ എടുത്തൊഴിക്കാനുള്ളതാണ്. ബാക്കി 2 ഗ്ലാസ്സിലെ വെള്ളവും 1 ഗ്ലാസ്സിലെ വെള്ളം വെച്ചിട്ടില്ല. 5 ബോൾ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ബോൾ കയ്യിലെടുത്തിട്ട് ആദ്യത്തെ ഗ്ലാസ്സിലിടുക, ഊതി 2ാമത്തെ ഗ്ലാസ്സിലേക്ക് വരുത്തുക, അത് അവിടുന്ന് ഊതി 3ാമത്തെ ഗ്ലാസ്സിലേക്ക് ഇട്ട് തീർക്കുക. ഈ 5 ബോളും ഇട്ട് തീർക്കുന്നവരാണ് ആര്? വിജയി. അപ്പോൾ റെഡിയായോ നിങ്ങൾ? കളിക്കാൻ റെഡിയായല്ലോ? എന്നാ റെഡി, 1 2 3 സ്റ്റാർട്ട്. മോൻ്റെ പേരെന്താ? ലിയോ. ലിയോ. ലിയോ 5 ബോളും ഗ്ലാസ്സിനുള്ളിലിട്ടു. അപ്പം ആരാണ് ഇതിലെ വിജയി? ലിയോ. ലിയോയുടെ 5 ബോൾ ഇതിനുള്ളിൽ കൊള്ളാത്തത് കൊണ്ട് എടുത്ത് പുറകിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ, മോളുടെ പേരെന്താ? അന്ന. അന്ന 2 ബോൾ ഇട്ടു. മോളുടെ പേരോ? ലിയ. ലിയ 3 ബോൾ ഇട്ടു. എല്ലാവർക്കും വിജയിക്കാൻ സാധിച്ചില്ല. ലിയോ 5 ബോൾ ഇട്ടു. ലിയോയ്ക്ക് നമുക്കൊരു ക്ലാപ്പ് കൊടുത്താലോ? ലിയോയ്ക്ക് ഈ കളി കളിച്ചപ്പോൾ എന്താ അനുഭവപ്പെട്ടതെന്നൊന്ന് ഷെയർ ചെയ്തേ ഇവരോട്. ആദ്യം പേടി തോന്നി, പിന്നെ ഒരെണ്ണം വിട്ടപ്പോൾ പിന്നെ പേടിയൊക്കെ പോയി. ആദ്യം പേടി തോന്നി, ഒരെണ്ണം വിട്ടപ്പോൾ പേടി പോയി. മോളുടെ പേര് അന്നല്ലേ? അന്നയ്ക്കോ? ആദ്യം പന്ത് വീഴുന്നില്ലായിരുന്നു. അതാ പിന്നെ വീഴുന്നു പറഞ്ഞപ്പോൾ കുഴപ്പമില്ല. ആദ്യം പന്ത് വീഴുന്നില്ലായിരുന്നു, ഒന്ന് വീണപ്പോൾ ഒരു ആശ്വാസം കിട്ടി. മോൾക്കോ? ജയിക്കുമെന്ന് പേടിയുണ്ടായിരുന്നു. പിന്നെ പന്ത് ആദ്യം വീണപ്പോൾ കുഴപ്പമില്ല. ജയിക്കുമോന്ന് പേടിയുണ്ടായിരുന്നു ഉള്ളിൽ, പക്ഷെ ആദ്യം വീണപ്പോൾ പിന്നെ കുഴപ്പമില്ലാതെ കളിച്ചു. 3 പേർക്ക് നമുക്കൊരു ക്ലാപ്പിടെ കൊടുത്തേക്കാം. നിങ്ങൾ പോയിരുന്നു. ഇവിടെ ഒരു ഗെയിം ഇവർ കളിച്ചു, നിങ്ങളത് കണ്ടു അല്ലേ? ഇവിടെ 3 ഗ്ലാസ് നിരത്തി വെച്ചേക്കുക. 2 വെള്ളവും 1 വെള്ളവും ഇല്ല. ഇവരിവിടെ നിന്നാണ് കളിക്കുന്നത്. അപ്പോൾ നിരനിരയായിട്ടാണ് 3 വെച്ചേക്കുന്നത്. അപ്പം ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ അവസാനത്തെ ഗ്ലാസ്സിൽ ബോൾ വീഴിക്കുക. ഇവരടുത്ത് നിന്നവരെ ആരും ശ്രദ്ധിച്ചില്ല. ബോൾ വീഴിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചു. പക്ഷേ എല്ലാവരുടെയും ബോൾ വീഴാനായിട്ട് പറ്റിയില്ല. ഒരാളുടെ മാത്രമേ വീണുള്ളൂ. കളിയിൽ അങ്ങനെയാണല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യം ഉണ്ടായാൽ മാത്രം പോരാ. ലക്ഷ്യമുണ്ടായാലേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകാനായിട്ട് സാധിക്കുള്ളൂ, നമുക്ക് വിജയം കിട്ടത്തുള്ളൂ. ജീവിതത്തിലെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. ലക്ഷ്യമുണ്ടായെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട്. ചില കുട്ടികൾ ചോദിക്കുമ്പം പറയും എനിക്ക് ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം. ഡോക്ടറും എൻജിനീയറും ഒക്കെ ആവേണ്ട കുട്ടി എന്ത് ചെയ്യണം? പഠിക്കണം. എനിക്ക് ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ കാര്യം നടക്കുമോ?
ഇല്ല. നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം, നന്നായി പരിശ്രമിക്കണം. പരിശ്രമമാണ് നമ്മളെ എവിടെ എത്തിച്ചേർക്കുന്നേ? ലക്ഷ്യത്തില് എത്തിച്ചേരാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കുക. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. ഇപ്പോഴേ നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പരിശ്രമിക്കുകയുള്ളൂ. ഒരു ലക്ഷ്യമില്ലാത്തവന് എത്തിച്ചേരുവോ? പള്ളിയിലേക്ക് പോകുന്ന ഒരു കുട്ടി ലക്ഷ്യമില്ല, വേറൊരു വഴി കണ്ടപ്പോൾ പോയി, പള്ളിയിലെത്തുവോ? ഇല്ല. ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം, പരിശ്രമിക്കുകയും ചെയ്യണം. ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്നത് ഒരുവന്റെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണ്. ഏതൊരു ജീവിത സാഹചര്യത്തിലും എങ്ങനെ ഒരു നല്ല കുട്ടിയായി ജീവിക്കാമെന്ന് നാം തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. ഈ സെഗ്മെന്റ് അതിനുള്ള വഴികൾ നിങ്ങൾക്കായി തുറന്നു തരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ TV കാണാറുണ്ടോ? ഉണ്ട്. TV-യിൽ ഏത് പ്രോഗ്രാം കാണാൻ ഏറ്റവും ഇഷ്ടം? സിനിമ. കാർട്ടൂൺ ഒന്നും കാണാൻ ഇഷ്ടമില്ല? ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് ഉച്ചത്തിൽ അങ്ങ് പറ. ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച് മടുക്കുമ്പോഴാണോ TV കാണുന്നത്, അതോ TV കണ്ട് മടുക്കുമ്പോഴാണോ പഠിക്കുന്നത്? TV കണ്ട് മടുക്കുമ്പോഴാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ നല്ല പിള്ളേരാണല്ലോ. ആ ശീലം നല്ലതാണോ? അല്ല. നമ്മൾ പഠിച്ചു മടുക്കുമ്പോൾ കുറച്ച് സമയം നമുക്ക് TV കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കും. നിങ്ങളത് ശ്രദ്ധിച്ച് കാണണം. എന്നിട്ട് അതിന് ശേഷം ഞാൻ ചില ചോദ്യങ്ങൾ അതിനെപ്പറ്റി ചോദിക്കും കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിച്ചത് കാണുക. ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കും, അത് നന്നായിട്ട് നോക്കി കാണുക. सर आपके लिए उस पार कार का इंतजाम किया है सर। सर आइए सर प्लीज। ये चल चल। फलक पकड़ के उठो और हवा पकड़ के चलो। फलक पकड़ के उठो और हवा पकड़ के चलो। I hate this country. तुम चलो तो हिंदुस्तान चले। 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 लगा हाथ के सूरज सुबह निकाला करे। हथेलियों में भरे धूप और उछाला करे। ओ लगा हाथ के सूरज सुबह निकाला करे। हथेलियों में भरे धूप और उछाला करे। उफक पे पाँव रखो और चलो अकड़ के चलो। उफक पे पाँव रखो और चलो अकड़ के चलो। फलक पकड़ के उठो और हवा पकड़ के चलो। फलक पकड़ के उठो और हवा पकड़ के चलो। फलक पकड़ के उठो और हवा पकड़ के चलो। तुम चलो तो हिंदुस्तान चले। तुम चलो तो हिंदुस्तान चले। हिंदुस्तान चले। चलो। വീഡിയോ ക്ലിപ്പ് കണ്ടോ എല്ലാവരും? കണ്ടു. കണ്ടോ? എന്താ നിങ്ങൾ അതിനകത്ത് കണ്ടേ? എന്താ കണ്ടേ? വഴിയിൽ ഒരു മരം വീണ് കിടക്കുകയായിരുന്നു. വഴിയിൽ ഒരു മരം വീണ് കിടക്കുന്നു. പിന്നെ ആൾക്കാരെല്ലാം അസ്വസ്ഥതായിരിക്കുന്നു. ആൾക്കാരെല്ലാം അസ്വസ്ഥരായിരിക്കുന്നു. പിന്നെ എന്താ അവിടെ സംഭവിച്ചത്? പിന്നെന്താ സംഭവിച്ചേ? സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഒരു കുട്ടി നടന്നു വരുമായിരുന്നു. അപ്പം അവൻ കാണുന്നത് ബ്ലോക്കായി കിടക്കുന്ന റോഡായിരുന്നു. കണ്ടപാടെ അവൻ അവന്റെ ബാഗൊക്കെ നിലത്തിട്ട് ഓടിച്ചെന്ന ആ മരം ഉന്താനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ആദ്യം കുട്ടികൾ വന്നു, പിന്നെ വലിയവര് വന്നു, പിന്നെ എല്ലാരും കൂടി ഒരുമിച്ച് ആ മരത്തെ എന്ത് ചെയ്ത് ഉന്തി മാറ്റുവാണോ ചെയ്തേ? ആണോ? എടുത്തു പൊക്കി മാറ്റി. ഇപ്പൊ എല്ലാരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ആ മരം അവിടുന്ന് മാറ്റാനായിട്ട് സാധിച്ചത്. ഇനി നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കുട്ടിക്ക് നമുക്ക് ആർക്കും കണ്ടാലറിയാം ആ കുട്ടിക്ക് ആ മരം മാറ്റാനാവില്ല എന്ന്, അല്ലേ?
ഒരു കൊച്ചുകുട്ടിയെന്ന് ഉന്തിയാൽ ആ മരം മാറുമോ? ഇല്ല. പക്ഷേ ഈ കുട്ടിക്ക് ഈ മരത്തിൻ്റെ ഭാരമൊന്നും അവൻ ചിന്തിച്ചിട്ടില്ല. അവൻ എന്ത് ചെയ്തു? ആ സ്കൂളിൻ്റെ ബാഗ് താഴേക്ക് ഇട്ടിട്ട് അവൻ അങ്ങ് മുന്നോട്ട് വന്നിട്ട് അവൻ ആദ്യം അങ്ങ് ഉന്താൻ തുടങ്ങി. അവൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ഒരു വിശ്വാസം. അവന് ആരെക്കുറിച്ചുള്ള വിശ്വാസം? അവനെക്കുറിച്ചുള്ള വിശ്വാസം. എനിക്കിത് ചെയ്യാൻ പറ്റും. ഒരു കോൺഫിഡൻസ് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്തത്? വന്നിട്ട് ഉന്താൻ തുടങ്ങിയത്. ഉടനെ കുട്ടികളെല്ലാം വന്നു, മുതിർന്നവർ വന്നു, എല്ലാവരും കൂടി ഉന്തി അത് മാറ്റി. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്താ? ആത്മവിശ്വാസം. നമ്മുടെ ഉള്ളിൽ എനിക്ക് എന്നെക്കുറിച്ചുള്ള വിശ്വാസം. ഇത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭാവമാണ്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാവം. അപ്പോൾ ഈ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ. ഒരു മനുഷ്യനെയാണ് നമ്മൾ വ്യക്തി എന്ന് പറയുക. കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാ? കരയിലെ ഏറ്റവും വലിയ ജീവി ആന. ആനയെ നമ്മൾ ആരെങ്കിലും ആന വ്യക്തി എന്ന് പറയുവോ? ഇല്ല. ബുദ്ധിയും മനസ്സും ചിന്തയും ഒക്കെയുള്ള മനുഷ്യരെ മാത്രമേ നമ്മൾ മനുഷ്യ വ്യക്തി എന്ന് കൂട്ടി പറയാറുള്ളൂ. അപ്പോൾ ഈ വ്യക്തിക്കുള്ള ഒരു ഭാവമാണ് വ്യക്തിത്വം. ഈ വ്യക്തിത്വം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? വ്യക്തിത്വം എന്താണെന്നറിയാവോ? അറിയാമെങ്കിൽ അറിയാമെന്ന്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാവുന്ന പോലെ പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. വ്യക്തിത്വം എന്താണെന്നറിയോ? വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ 3 തലങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ തലം ശാരീരികമായ തലം. ഇത് നമ്മുടെ നിറം, നമ്മുടെ വലിപ്പം, നമ്മുടെ മൂക്കിൻ്റെ ഷേപ്പ്, കണ്ണിൻ്റെ ഷേപ്പ്, നമ്മുടെ മുടി. ചിലരുടെ മുടി ചുരുണ്ടിരിക്കും, ചിലരുടെ മുടി സ്ട്രെയിറ്റ് ആയിരിക്കും, അല്ലേ? ഇത് നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്. ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഷേപ്പുകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് മാറ്റാൻ സാധിക്കുമോ? ഇല്ല. കുറച്ചൊക്കെ മാറ്റാം. കറുത്ത ഒരു ആൾ കുറച്ച് വെളുക്കാനുള്ള ക്രീമൊക്കെ തേച്ച്, അതുപോലെ തന്നെ പൊക്കം കുറഞ്ഞവർ ഹീലുള്ള ചെരുപ്പൊക്കെ ഇടാം. പിന്നെ ചുരുണ്ട മുടി ഒന്ന് സ്ട്രെയിറ്റ് ആക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ മുടി അങ്ങനെ തന്നെ തിരിച്ചെങ്ങനെയാവും? ചുരുളുക തന്നെ ചെയ്യും. നമുക്ക് പൂർണ്ണമായിട്ടും ഇത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. നമ്മുടെ ശാരീരികമായ അവസ്ഥ എന്തോ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ജന്മനാ കിട്ടുന്നതാണ്. ഇനി രണ്ടാമത്തെ മനുഷ്യജീവിതത്തിൻ്റെ രണ്ടാമത്തെ തലമാണ് സിദ്ധിപരമായ തലം. സിദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? സിദ്ധി, കഴിവ്. ഒരു മനുഷ്യൻ്റെ കലാപരവും കായികപരവും മാനസികവും ബുദ്ധിപരവുമായ കഴിവുകളാണ് രണ്ടാമത്തെ തലത്തിൽ പെടുന്നത്. അപ്പോൾ ഈ കഴിവും നമുക്ക് ജന്മന കിട്ടുന്നതാണ്. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കണം. ദൈവം തന്ന കഴിവുകളെ നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കണം. പാട്ടുപാടാൻ ഒരു കുട്ടിക്ക് ദൈവം കഴിവ് കൊടുത്തു. അവൻ 1ാം ക്ലാസ്സിൽ നിന്ന് പാടി. 2ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ അവന് അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ പാട്ട് ടീച്ചറുടെ അടുത്ത് പഠിക്കാൻ വിട്ടില്ല. ആ കുട്ടി വലിയ പാട്ടുകാരനായി തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഡാൻസ് കളിക്കാൻ കഴിവുള്ള ഒരു കുട്ടി പഠിക്കാൻ വിട്ടില്ല, ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടില്ല. കുറച്ചൊക്കെ കളിക്കും, വലിയ കലാകാരിയായിട്ട് മാറണമെന്നില്ല. വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളെ കണ്ടെടുത്ത് ഡ്രോയിങ്ങിനൊക്കെ ആയിട്ട് വിടും, അല്ലേ? പരിശീലിപ്പിക്കാനായിട്ട് വിടും. അങ്ങനെ പരിശീലനത്തോടെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി ശാരീരികമായ തലത്തിൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ തലം സിദ്ധിപരമായ തലത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകളെ വളർത്തിയെടുത്താൽ ഈ ശാരീരികമായ തലത്തിലുള്ള കുറവ് നമുക്ക് നികത്താനായിട്ട് സാധിക്കും. ഇത് രണ്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ 2 തലങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ശാരീരിക തലത്തിലെ കുറവുകൾ നമുക്ക് നികത്തിയെടുക്കാനായിട്ട് രണ്ടാമത്തെ തലത്തിൽ സാധിക്കും. അമേരിക്കയിലെ പ്രശസ്തനായ ഒരു വിദ്യാഭ്യാസ പണ്ഡിതനായിരുന്നു ചാൾസ് വില്യം എലിയട്ട്. അദ്ദേഹം ഒരു വികലാംഗനായിരുന്നു. കോടിയ മുഖവുമായിട്ടാണ് ആ കുട്ടി ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഈ കുട്ടിയുടെ മുഖം മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിച്ചു നോക്കി, പറ്റിയില്ല. എലിയട്ടിന് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാകുന്ന പ്രായമായപ്പോൾ അമ്മ കുട്ടിയെ മടിയിലിരുത്തി അവന് പറഞ്ഞു കൊടുത്തു, മോനെ, നിൻ്റെ മുഖത്തിന് അല്പം വൈകല്യമുണ്ടെന്ന് നിനക്കറിയാമല്ലോ. കുട്ടി കണ്ണാടിയൊക്കെ നോക്കുമ്പോൾ അത് തിരിയുമല്ലോ, അല്ലേ? അപ്പം നിൻ്റെ ഡാഡിയും ഞാനും കൂടി കണ്ട ഡോക്ടർമാർക്ക് ആർക്കും നിൻ്റെ മുഖത്തിൻ്റെ വൈകല്യം മാറ്റുവാനായിട്ട് സാധിച്ചില്ല. മാത്രമല്ല
ഇക്കാര്യത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അമ്മ ഒരു ഉറപ്പ് ഈ കുട്ടിക്ക് കൊടുത്തു. നിനക്ക് ഇക്കാര്യത്തിൽ പലതും ചെയ്യാൻ സാധിക്കും. ദൈവം നിനക്ക് തന്നിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് നിൻ്റെ മനസ്സിനെയും നിൻ്റെ ബുദ്ധിയെയും നീ വികസിപ്പിച്ചെടുത്താൽ നിൻ്റെ ഈ ശരീരത്തിൻ്റെ വൈകല്യം, ഈ മുഖത്തിൻ്റെ വൈകല്യം നിന്നെ കാണുന്നവർ കാണില്ല, മറിച്ച് നിൻ്റെ മനസ്സിൻ്റെ നന്മയായിരിക്കും അവർ കാണുക എന്ന് ഈ കുട്ടിക്ക് അമ്മ പറഞ്ഞു കൊടുത്തു. അമ്മ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഈ കുട്ടിക്കൊരു ഊർജ്ജസ്വലത കിട്ടി. അവൻ നന്നായി പഠിച്ച് പ്രശസ്തനായൊരു വിദ്യാഭ്യാസ പണ്ഡിതനായിട്ട് മാറി. കുട്ടിക്ക് ശാരീരികമായ വൈകല്യം ഉണ്ടായിരുന്നു. അത് ഈ കുട്ടിയുടെ വ്യക്തിത്വത്തെ ബാധിച്ചോ? ഇല്ല. അവൻ രണ്ടാമത്തെ തലത്തിൽ കിട്ടിയ കഴിവ് അവന് പരമാവധി വികസിപ്പിച്ച് അവൻ നല്ലൊരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. ഇനി മൂന്നാമത്തെ തലമാണ് ആത്മീയ തലം. ഈ തലത്തിൽ മൂല്യങ്ങൾ നിറഞ്ഞതായിരിക്കും. അതായത് സ്നേഹം, കരുണ, അനുകമ്പ, സത്യസന്ധത, ഉത്തരവാദിത്വ ബോധം, ഇതെല്ലാം ഈ മൂന്നാമത്തെ തലത്തിൽ പെടും. ഇനി 1ഉം 2ഉം തലങ്ങളിൽ അല്പം കുറവുണ്ടെങ്കിലും നമ്മുടെ ഏറ്റവും നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു തലമാണ് ആത്മീയമായ തലം. മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ നല്ല മൂല്യങ്ങളുള്ള വ്യക്തി എപ്പോഴും പ്രവർത്തിക്കുന്ന എന്തായിരിക്കും പ്രവർത്തിക്കുക? നന്മയായിരിക്കും പ്രവർത്തിക്കുക. ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എപ്പോഴും നന്മയായിരിക്കും. അപ്പം നന്മ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ആ വ്യക്തി എന്തായി മാറും? സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് മാറും. അപ്പം ഈ 3 തലങ്ങളും കൂടെ ചേരുന്നതാണ് ഒരു മനുഷ്യ വ്യക്തി. ഈ 3 തലങ്ങളും പൂർണ്ണതയിലുള്ള ഒരു മനുഷ്യനെ നമ്മൾ എന്ത് പറയും? നല്ല വ്യക്തിത്വമുള്ള മനുഷ്യൻ എന്ന് നമ്മൾ പറയും. ഏതെങ്കിലും തലത്തിൽ അല്പം കുറവുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മനുഷ്യന് വ്യക്തിത്വം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മറ്റു തലങ്ങളിൽ അപ്പോൾ മൂല്യങ്ങൾ നന്നായുള്ള ഒരു മനുഷ്യന് ശാരീരികമായി ചെറുതായിരിക്കാം, കുറുകിയതായിരിക്കാം, കറുത്തതായിരിക്കാം, കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ആ വ്യക്തിക്ക് വ്യക്തിത്വം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കാരണം ബാക്കി തലങ്ങളിൽ ഈ വ്യക്തി മികച്ചു നിൽക്കുകയാണ്. ഇനി ഈ 3 തലങ്ങളിലും പൂർണ്ണതയുള്ള ഒരു വ്യക്തി നമ്മുടെ ബൈബിളിലുണ്ട്. അതാരാ? ഈശോ. നമ്മൾ ഈശോയെ നേരിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പിക്ചറിലൂടെയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഈശോയുടെ രൂപം കാണാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും? ഈശോയുടെ രൂപം കാണാൻ ഇഷ്ടമല്ലേ? കുരിശി തെറിച്ച് കിടക്കുന്ന ഈശോ അല്ല, നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നിൽക്കുന്ന ഈശോയെ കാണാൻ ഇഷ്ടമല്ലേ? ആ പിക്ചർ കാണാൻ നല്ല രൂപമാണ്. അതുപോലെ തന്നെ ഈശോയുടെ ജീവിതത്തിൽ ഏറ്റവും നിറഞ്ഞു നിന്നിരുന്ന ഒരു തലമാണ് ആത്മീയമായ തലം, അല്ലേ? സ്നേഹവും കരുണയും അനുകമ്പയും ഒക്കെ ഈശോയുടെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് ശരിക്കും മനസ്സിലാകും. ഈശോയുടെ ജീവിതത്തിൽ ഈ ആത്മീയത ഒരുപാടുണ്ടായിരുന്നു എന്ന്. കോടാനുകൂടി ജനങ്ങളെ ആകർഷിച്ചിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു യേശു ക്രിസ്തു. ഇനി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമുക്കറിയാം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായിട്ട് തന്നതേ നമ്മുടെ ജീവിതത്തിലുള്ളൂ, അല്ലേ? അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായിട്ട് തന്നതെല്ലാം നല്ലതിന് വേണ്ടിയാണ്. നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബ സാഹചര്യമൊക്കെ മോശമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ എല്ലാം ദൈവം നമുക്ക് നല്ലതിന് വേണ്ടി തന്നതാണ്. ഈ സാഹചര്യങ്ങളെ നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചിട്ട് വേണം ദൈവത്തിൽ ആശ്രയിച്ച് വളർന്നു വരാൻ. മോശമായ ജീവിത സാഹചര്യം വലിയ നല്ല ജീവിത സാഹചര്യമല്ല. മോശമായ ജീവിത സാഹചര്യത്തിൽ വളർന്നു വന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്നവരായി മാറിയ ഒത്തിരിയേറെ വ്യക്തികൾ ലോകത്തിലുണ്ട്. അങ്ങനെ ഒരാളായിരുന്നു ലുഡോവിഗോ. പ്രശസ്ത ഇറ്റാലിയൻ സാഹിത്യകാരനായിരുന്ന ലുഡോവിഗോ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന് സ്കൂളിൽ പോയി പഠിക്കാനായിട്ട് നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഈ കുട്ടിക്ക് പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഇവനൊരു സൂത്രം കണ്ടുപിടിച്ചു. കൊച്ചുനാളെ നിങ്ങളും കുഞ്ഞു കുഞ്ഞു സൂത്രങ്ങളൊക്കെ കണ്ടുപിടിക്കുകയല്ലേ? പക്ഷെ ഇത് നല്ല സൂത്രമായിരുന്നേ. എന്ത് ചെയ്തു? ആ കുട്ടി ഒരു സൂത്രം കണ്ടുപിടിച്ചു. ക്ലാസ്സിൻ്റെ വരാന്തയിൽ പോയിരുന്ന് ക്ലാസ്സിൽ അധ്യാപകൻ പറയുന്നത് കേട്ട് പഠിക്കുക. കുട്ടി ഒരു ദിവസം ആ വരാന്തയിലിരുന്ന് ഇങ്ങനെ അധ്യാപകൻ പറഞ്ഞത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്കൂളിൻ്റെ വരാന്തയിൽ കൂടി പ്രധാന അധ്യാപകൻ നടന്നു വന്നു. അപ്പോൾ ചോദിച്ചു, നീ എന്താ ഇവിടെ ഇരിക്കുന്നു? മറ്റു കുട്ടികളെ ശല്യപ്പെടുത്താനാണോ എന്ന് ചോദിച്ചു. അന്നേരം ഈ കൊച്ചുകുട്ടി പറഞ്ഞു, ശല്യപ്പെടുത്താനല്ല സാർ. എണീറ്റു, ഇവന് പേടിയായിപ്പോയി. ശല്യപ്പെടുത്താനല്ല സാർ,
ക്ലാസ്സിൽ അധ്യാപകൻ പറയുന്നത് കേട്ട് പഠിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രധാന അധ്യാപകൻ ചോദിച്ചു, എങ്കിൽ പിന്നെ നിനക്ക് സ്കൂളിൽ വന്നുകൂടെ, സ്കൂളിൽ വന്ന് പഠിച്ചുകൂടെ? ഉടനെ കുട്ടി പറഞ്ഞു, എനിക്ക് ഫീസ് അടയ്ക്കാൻ പണമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അധ്യാപകന് ആ കുട്ടിയോട് ദയ തോന്നി, നാളെ മുതൽ നീ സ്കൂളിൽ വന്ന് പഠിച്ചുകൊള്ളുക, നിൻ്റെ പഠന ചെലവ് ഞാൻ വഹിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ ആ കുട്ടി സ്കൂളിൽ വന്നു പഠിച്ച മിടുക്കനായി ഇറ്റലിയിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായി മാറി. ആ കുട്ടിക്ക് ജീവിത സാഹചര്യം കിട്ടിയായിരുന്നോ പഠിക്കാൻ? കിട്ടിയാ? ഇല്ല. പക്ഷെ എന്ത് ചെയ്തു? കിട്ടിയ സാഹചര്യം അവന് നന്നായിട്ട് ഉപയോഗിച്ചു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും കിട്ടുന്ന അവസരങ്ങൾ, ദൈവം ദാനമായിട്ട് നമുക്ക് നൽകിയ കഴിവുകൾ, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മൾ വളർന്ന് വലുതായി നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറണം. ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഇല്ലേ? നല്ലവരായിട്ട് മാറാൻ ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഈ ആഗ്രഹം ആരെ അറിയിക്കണം? ഈശോയെ അറിയിക്കണം അല്ലേ? അപ്പോൾ ഈശോയോട് നമുക്ക് ഈശോയെ പോലെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരുവാനായിട്ട് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നിങ്ങളെല്ലാം കണ്ണുകൾ അടയ്ക്കുക, മൗനമായിട്ട് പ്രാർത്ഥിക്കുക. ഈശോയെ പോലെ ഈശോ തന്ന കഴിവുകൾ ഉപയോഗിച്ച് നല്ല വ്യക്തികളായിട്ട് മാറുവാൻ, വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഏത് ജീവിത സാഹചര്യങ്ങളായാലും എല്ലാം നമ്മുടെ ദൈവം നന്മയ്ക്കായി മാറ്റുന്നു. ഈ ബോധ്യം ഉൾക്കൊണ്ട് നല്ല ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലെല്ലാം ദാനമായിട്ട് തന്നതാണ്. അപ്പോൾ ദാനമായിട്ട് നൽകിയ ദൈവത്തിൻ്റെ ആ ദാനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊരു പാട്ട് പാടാം അല്ലേ? ഞാൻ പാടിത്തരുന്ന പാട്ടിൻ്റെ വരികൾ നിങ്ങൾ പാടുക. എല്ലാം നല്ലതിനായി, നമുക്കെല്ലാം നല്ലതിനായി, എല്ലാം നല്ലതിനായി, നമുക്കെല്ലാം നല്ലതിനായി, ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെല്ലാം നല്ലതിനായി, ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെല്ലാം നല്ലതിനായി. ദൈവം ലോകത്തിൽ നൽകിയ ദാനങ്ങളെല്ലാം നല്ലതിനായി, എല്ലാം നല്ലതിനായി, നമുക്കെല്ലാം നല്ലതിനായി, ദൈവം ലോകത്തിൽ നൽകിയ ദാനങ്ങളെല്ലാം നല്ലതിനായി. മാതാപിതാക്കളെ മാനിച്ചിടണം, ഗുരുതരവരെയും സോദരയെല്ലാം സ്നേഹിച്ചിടണം. യേശുവിൻ കൽപ്പന അത് നമ്മെ പോലെ തന്നെ. കൂട്ടുകാരൊത്തുന്ന കൂടിയിടുമ്പോഴെല്ലാം ആഘോഷമായിടുമ്പോൾ മദ്യമയക്കുമരുന്നു പുകയില ദൂരയകറ്റിടണം, നമ്മുടെ നാട്ടിനകറ്റിടണം. ിലുമെല്ലാം നന്നായി കളിച്ചിടണം. പഠനത്തിൽ നമ്മൾ പിന്നോട്ട് പോയാൽ എല്ലാം നശിച്ചിടുമേ, നമ്മുടെ ഭാവി തകർന്നിടുമേ. ഫേസ്ബുക്കും യൂട്യൂബും സെൽഫിയും നമ്മെ അന്തരായി മാറ്റരുതേ. വാട്സപ്പിൽ അങ്ങനെ നോക്കിയിരുന്ന് ആപ്പിലായി പോകരുതേ, ചുമ്മാ ആപ്പിലായി പോകരുതേ. പള്ളിയിൽ പോകണം, ഈശോയ്ക്കുള്ളിൽ വേണം, ആത്മാവിൽ ദാനങ്ങൾ സ്വീകരിച്ചിടാൻ നന്നായി ഒരുങ്ങിടണം, നമ്മൾ നിത്യം ഒരുങ്ങിടണം. എല്ലാം നല്ലതിനായി, നമുക്കെല്ലാം നല്ലതിനായി, ദൈവം ലോകത്തിൽ നൽകിയ ദാനങ്ങളെല്ലാം
ഉണ്ടോ അവിടെ നമ്മുടെ കൂടെ പ്രവർത്തിക്കാനും നമ്മുടെ കൂടെ നിൽക്കുവാനും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും.